എന്ത് പരിശോധിക്കാനാണ്? എന്ത് ചലനമാണ് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്? പിന്നെ ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, വീണ്ടും വീണ്ടും ഇത് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടെങ്കിൽ നിങ്ങൾ ചാനലിൽ പറഞ്ഞല്ലോ. ഇല്ല, ഞാൻ പറഞ്ഞത് കോൺഗ്രസിലെ ഒരു പ്രാദേശിക നേതാവിന് പോലും എത്തിയിരിക്കുന്ന ഗതികേടിനെ കുറിച്ചാണ്. അതെ, അതന്നെയല്ലേ, പാണക്കാട് പോയതാണ് വിഷയം. പാണക്കാട് പോയതാണ് വിഷയം. അതെ, പാണക്കാട് കൊണ്ടുപോകുന്നത് എന്തിനാണെന്നാണ് ഞാൻ ചോദിച്ചത്. എന്തുകൊണ്ടാണ് മറ്റു സ്ഥലത്ത് കൊണ്ടുപോകാൻ? നിങ്ങൾക്ക് എന്തിനാണ് ഇത്ര കൊള്ളുന്നത്? സന്ദീപ് മുന്നേ പറഞ്ഞ കാര്യങ്ങൾ വ്രണപ്പെടുത്തിയിട്ടുണ്ട്. അത് പാർട്ടിക്ക് വേണ്ടി ആത്മാർത്ഥയോടെ പറഞ്ഞു. പക്ഷെ ഇന്ന് ആ പാർട്ടിയെ തള്ളി പറഞ്ഞ് താൻ രംഗത്ത് വന്നു. അതുകൊണ്ട് പാർട്ടിയെ തള്ളി പറഞ്ഞാൽ മാത്രം മുമ്പ് പറഞ്ഞ കാര്യങ്ങളൊക്കെ പോവോ? ഞങ്ങൾ ആരെങ്കിലും വംശഹത്യയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ വലിയ സെക്കുലർ ആൾക്കാരല്ലേ, പറഞ്ഞിട്ടുണ്ടോ? ഞങ്ങളെ പാർട്ടിയിൽ വേറെ ഏതെങ്കിലും ആൾക്കാർ കാശ്മീരിലെ വംശഹത്യയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? അല്ല, ചോദിക്കുന്നതിന് മറുപടി പറയും. ഇപ്പൊ വലിയ പോഴ്ത്താൻ വരുന്ന അല്ല, ഞാൻ പറയുന്നത് എൻ്റെ പോയിന്റ് അതൊന്നുമല്ല. ഞങ്ങൾ കൃത്യമായിട്ടുള്ള ചോദ്യമാണ്. ആ ചോദ്യം നിങ്ങൾക്ക് അരോചകമാവുന്നത് എന്തുകൊണ്ടാണ്? ഞാൻ ചോദിച്ചത് എന്തുകൊണ്ടാണ് തട്ടിൽ പിതാവിനെ കാണാത്തത്? എന്തുകൊണ്ടാണ് ക്ലീമിസ് ബാവയെ കാണാത്തത്? എൻ്റെ ചോദ്യം. ആ പി ജെ ജോസഫിനെ എന്താണ് കാണാത്തത്? പി ജെ ജോസഫ് ഇത്രയും സീനിയറായിട്ടുള്ള ക്രൈസ്തവ സഭകളിൽ നല്ല പിന്തുണയുള്ള UDF അവശേഷിക്കുന്ന ഒരു പ്രധാനപ്പെട്ട നേതാവാണ്. ചോദിക്കണം സാർ, നിങ്ങൾക്ക് ഈ സതീശനോട് ഇപ്പോൾ പിണറായി വിജയനെ പഠിക്കുന്ന പോലെ നിങ്ങൾ സതീശനെ പഠിക്കാൻ തുടങ്ങിയോ? ചോദിക്കണം നിങ്ങൾ. ഞാൻ ചോദിക്കുന്നത് തെറ്റാണെങ്കിൽ സതീശനോട് ചോദിക്കണം. എന്തുകൊണ്ട് മറ്റ് സമുദായ നേതാക്കളെ ഒന്നും കണ്ടില്ല? അത് നിങ്ങൾക്കറിയില്ല എങ്ങനെയാ പൊളിഞ്ഞത്? നിങ്ങളെ എന്നെ വിളിച്ച എത്ര ആൾ പറഞ്ഞു, ചേട്ടാ ആരാണ് പോകുന്നത് എപ്പോൾ പെട്ടു? മറ്റേ തേങ്ങ ഉടക്കത്തില്ലേ, ഉടക്കി സ്വാമി എന്ന അവസാനം. ആര് സമീപിച്ചു? നിങ്ങൾ പോയി സമീപിച്ചതല്ലാതെ. ഭയങ്കരമായ ആളാണ്. വേറെ എന്തെങ്കിലും ചോദിക്കട്ടെ? രാഷ്ട്രീയമേ ഇന്നലെ മുഖ്യമന്ത്രിയെ പാണക്കാട് തങ്ങളെ പേരെടുത്ത് പറഞ്ഞ് വിമർശിച്ചത് സാദിഖൽ തങ്ങള് ജമാഅത്ത് ഇസ്ലാമിയുടെ അനുയായി എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അല്ല, ജനാധിപത്യത്തിൽ അങ്ങനെ വല്ല നിയമമുണ്ടോ? ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത് കെ സുരേന്ദ്രൻ പറയേണ്ട വാക്കുകളാണ് പിണറായി വിജയൻ പറഞ്ഞത്. കെ സുരേന്ദ്രൻ പറയേണ്ടത് കെ സുരേന്ദ്രൻ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ആരുടെയും നാക്ക് വാടകയ്ക്കെടുക്കേണ്ട ഗതിയോട് ഞങ്ങൾക്ക് വന്നിട്ടില്ല. അത് LDFനോട് ചോദിക്കേണ്ട ചോദ്യമാണ്. പിന്നെ പാണക്കാട് തങ്ങൾ വിമർശനാതീതനാണ് എന്നൊക്കെയുള്ള നിങ്ങളുടെ പരിവേഷം കാണുമ്പോഴാണ് എൻ്റെ ചോദ്യം. പാണക്കാട് തങ്ങളെ വിമർശിക്കാൻ പറ്റില്ല. ഇവിടെ ഗാന്ധിജിയെ വിമർശിക്കുന്നുണ്ട്, യേശുക്രിസ്തുവിനെ വിമർശിക്കുന്നുണ്ട്, ശ്രീരാമചന്ദ്രനെ വിമർശിക്കുന്നുണ്ട്, മോദിയെ വിമർശിക്കുന്നുണ്ട്. അത് തങ്ങളെ മാത്രം വിമർശിക്കരുത്. ശങ്കരാചാര്യന്മാരെ വിമർശിക്കുന്നുണ്ട്, ശ്രീനാരായണ ഗുരുദേവനെ വിമർശിക്കുന്നുണ്ട്. പാണക്കാട് തങ്ങളെ മാത്രം വിമർശിക്കാൻ പാടില്ലെന്ന് അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടോ? അതൊന്നും ശരിയല്ല. ജനാധിപത്യത്തിൽ എല്ലാവരും വിമർശനത്തിന് വിധേയരാകേണ്ടവരാണ്. രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുമ്പോൾ, ആധ്യാത്മിക സംഘടനകൾ പ്രവർത്തിക്കുമ്പോൾ, മതസംഘടനകൾ പ്രവർത്തിക്കുമ്പോൾ ഒക്കെ വിമർശനങ്ങൾ വരും. അപ്പോഴേക്കും കലിതുള്ളുന്നതിനാണ്.